അച്ഛൻ വരും, മോള് കിടന്നുറങ്ങിക്കും. അമ്മ മോളുടെ അടുത്ത് തന്നെ ഉണ്ടല്ലോ, പിന്നെന്താ? ലച്ചു കിടന്നേ, കിടന്നോ? അച്ഛനാണല്ലോ. തിരക്ക് എന്താ പറയാ? ലച്ചു ഇവിടെ ഇരുന്ന് കളിക്കണേ, അമ്മ ഇപ്പൊ വരാമേ. ആ മോളെ, മോള് ഉറങ്ങിയില്ലായിരുന്നു? ഇല്ലച്ച. അച്ഛനെന്തിപ്പോ വിളിച്ചത്? എന്തേലും പ്രശ്നമുണ്ടോ? ഹേയ്, അങ്ങനൊന്നുമില്ല മോളെ. ഇന്ന് പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങളുണ്ടായി, അതിന്റെ പുറകെയായിരുന്നു. അതെല്ലാം കഴിഞ്ഞു വന്നപ്പോ കുറച്ച് വൈകി. എന്താച്ചാ കാര്യം? അതൊക്കെ ഞാൻ വിശദമായിട്ട് വന്നിട്ട് നേരിട്ട് പറയാം. രഘുവിടെ അവന്റെ കയ്യിലൊന്ന് ഫോൺ കൊടുത്തേ. രഘുവേട്ടൻ ഇവിടെ ഇല്ലച്ച. അവിടെ ഇല്ലെന്നോ? അവൻ പിന്നെ ഈ രാത്രി ഇതെവിടെ പോയി? ഇവിടെ എന്താന്നൊന്നും എനിക്കറിയില്ല. നേരത്തെ ഇവിടുന്ന് പോയതാ, ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. മോള് വിളിച്ചു നോക്കിയില്ലേ? അതൊക്കെ ഞാൻ വിളിച്ചു, പക്ഷെ ഫോൺ സ്വിച്ച്ഡ് ഓഫാ. ഈശ്വര, രഘുത് എവിടെയായിരിക്കും? അച്ഛൻ ടെൻഷനാവണ്ട, ഇഷ്ടമുള്ളപ്പോ തിരിച്ചു വരട്ടെ. ഞാനും മോളും അയാളെ കാത്തിരിക്കുവാണെന്ന് അറിഞ്ഞിട്ടും അതിനൊരു വില തരാതെ പോയിരിക്കുമല്ലേ. മോള് വിഷമിക്കാതെ, അവൻ എവിടെയെങ്കിലും തിരക്കിൽപ്പെട്ട് പോയതാവും. തിരക്കോ? അതും അയാൾക്ക്. അച്ഛൻ എന്നെ ആശ്വസിപ്പിക്കാൻ വെറുതെ ശ്രമിക്കണ്ട. എന്ത് നേരിടാനുള്ള ധൈര്യം ഇപ്പൊ എനിക്കുണ്ട്. എല്ലാം വിധി പോലെ വരട്ടച്ച. മോളെ, നിന്റെ മാനസികാവസ്ഥ അച്ഛന് മനസ്സിലാവുന്നുണ്ട്. സമാധാനമായിട്ട് മോള് കിടന്നുറങ്ങിക്കോ, അവൻ വന്നോളും. ഇത് അച്ഛനോട് ഞാൻ പറയേണ്ട കാര്യമല്ല അച്ഛാ. രഘുവേട്ടന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനിയും സ്വയം നശിച്ച് ജീവിതം നശിപ്പിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അങ്ങനെ ചെയ്യട്ടച്ചാ. അതേക്കുറിച്ച് ഓർത്ത് അച്ഛൻ സ്വന്തം ആരോഗ്യം കളയണ്ട. അച്ഛനൊപ്പം ഉണ്ടോന്നുള്ളതാ എന്റെ മോളുടെയും ധൈര്യം. ദാസനോടും കൂടി സംസാരിച്ചിട്ട് എന്തെങ്കിലും പരിഹാരം നമുക്ക് ഉണ്ടാക്കാം മോളെ. മോള് കിടന്നു, രാവിലെ അച്ഛൻ വിളിക്കാം. ശരി അച്ഛാ. വരുന്നു മോളെ. എന്താണ് ഒരു ടെൻഷൻ പോലെ? രഘു ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. അമ്പിളി വല്ലാത്ത വിഷമത്തില. ഈ പാതിരാത്രി വരെ ഇവൻ എവിടെ പോയിരിക്കുക? എനിക്കൊന്നും അറിയില്ല ദാസേ. ആ പെണ്ണിന് പൈസ കൊടുക്കുന്നതോടെ അവന് സ്വസ്ഥത കിട്ടുമെന്നാണ് ഞാൻ കരുതിയിരുന്നത്.